തള്ളാതെ തെള്ളു പിടിച്ചാൽ ഡോറ് തല്ലി പിടിക്കാതെ അല്ലല്ലോ ഒരാൾ കയറി താനും കയറിയോ വാ കയറിയോ വെബ്സൈറ്റ് ഡൗൺ ആവാനുള്ള പ്രശ്നം ഇതാ എന്നത്തേക്കായിരുന്നു ഇരി എന്തായാലും അടുത്ത മാസം ഒരു 12-ാം തീയതിക്ക് വേണോന്നാ ആഗ്രഹം. നോ അടുത്ത ഒരു 3 മാസത്തേക്ക് നമ്മുടെ ഷൂട്ടിങ് ഫുൾ ഷെഡ്യൂളാ. അത് മാത്രമല്ല നമ്മുടെ ക്യാമറമാന് ഫുൾ ബിസിയിലുവാ. എങ്ങനെങ്കിലും ഒരു സ്ലോട്ട് കിട്ടാനുള്ള വഴി ഞങ്ങളോട് ചോദിച്ചിട്ടാണ് പിള്ളേരെ താൻ ഉണ്ടാക്കിയത്. ഓരോരുത്തന്മാരെ ഞങ്ങളോട് ചോദിച്ചിട്ടാ പിള്ളേരെയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. തനിക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നു, ചുമ്മാ ടൈം കളയാൻ വേണ്ടി. ഇതൊക്കെ എങ്ങനെ സാറേ ചോദിച്ച് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അറിഞ്ഞു പോയതാ. എന്തുവാ ചേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ ഡെലിവറിക്ക് ഐഫോൺ വീഡിയോ പാക്കേജ് ആണ് എടുത്തത്. എടി ഇതിന് മാത്രം 3-5 ലക്ഷം രൂപ ആയി. ജോത്സ്യം പറഞ്ഞ ഡേറ്റും ഹോസ്പിറ്റലിലെ സ്ലോട്ടും ഒരുമിച്ച് ഇപ്പോഴാ കിട്ടിയത്. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ജോത്സ്യന്മാര് പറഞ്ഞ ഡേറ്റില് പ്രസവിക്കും. 10 വർഷമായിട്ട് കാത്തിരുന്ന ഇതിനു വേണ്ടി എല്ലുപിടി. നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലല്ല. കൊച്ചിനെ ഡെലിവറി ചെയ്ത് കൈ തരുമ്പോ ഉണ്ടല്ലോ, വീഡിയോയുടെ ഫുൾ വിഷ്വലും കൂടെ നിങ്ങളുടെ കൈ തരുന്നത്. നിങ്ങൾക്ക് ആ ഒരു മിനിറ്റിൽ തന്നെ വീഡിയോ അപ്ലോഡും ചെയ്യാം. ആദ്യത്തെ ഒരു 1 മില്യൺ ഉണ്ടല്ലോ നമ്മുടെ ഉറപ്പാ. അത് വേറെ ഒരു ഹോസ്പിറ്റലുകാർ തരത്തില്ലെന്നേ, എനിക്കറിയാം. അതുകൊണ്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അതെ, ഈ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ഒക്കെയാണ് ഇടുന്നത്. തന്റെ ഭാര്യ ഇവിടെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കർട്ടന്റെ അപ്പുറത്ത് നമ്മുടെ ഒരു മ്യൂസിക് ഡയറക്ടർ അവിടെ വീണ വായിച്ചോണ്ടിരിക്കുകയായിരിക്കും. അതാണല്ലേ അമ്മയ്ക്ക് പ്രസവന മോക്ക് വീണ വായന എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അതിനാണെങ്കിൽ കോപ്പിറൈറ്റ് വരുത്തില്ല, നമ്മുടെ സ്വന്തം മ്യൂസിക് ആണെന്നേ. നമുക്കറിയാം ഇതൊക്കെ. നിങ്ങൾ എന്തൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞാലും എന്റെ ഡെലിവറി സിനിമ ക്യാമറയ്ക്കകത്ത് എടുത്താൽ മതി. മോള് പറയുന്ന പോലെ ചെയ്യാം. മോക്ക് ഇഷ്ടപ്പെട്ട മോള് പറഞ്ഞ മസാല ദോശ ഇന്ന. പക്ഷേ മസാല ദോശയോ എനിക്കെങ്ങും വേണ്ട. അല്ല, നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞ മസാല ദോശ വേണമെന്ന്? ഞാൻ 10 കിലോമീറ്റർ അപ്പുറം പോയി വാങ്ങിച്ചോണ്ട് വന്നാ. അത് 5 മിനിറ്റ് മുമ്പേ ആയിരുന്നു. ഇപ്പൊ എനിക്ക് വേണ്ട ബിരിയാണിയാണ്, ലഗോൺ ബിരിയാണി. പോയി മേടിച്ചോണ്ട് വാ. എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. പോയി മേടിച്ചോണ്ട് വാ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴേ വീഡിയോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. അത് 8K വീഡിയോ എടുത്തു വരും നമ്മള്. എന്തായിരുന്നു? അല്ല, അടുത്ത ആഴ്ച ഡെലിവറി ഉണ്ടായിരുന്നു, വരാൻ പറഞ്ഞായിരുന്നു. അല്ല, എന്താ ഒരാഴ്ച നേരത്തെ വരണമെന്ന് പറഞ്ഞേ? അല്ല, ഇവിടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയുള്ള ക്ലാസ് ആയിരിക്കും ഇല്ലയോ? അല്ലല്ല, ഇത് കുറച്ച് ആക്ടിങ് ക്ലാസ്സാ. ആക്ടിങ് ക്ലാസ്സോ? ഞാൻ വെൽഡ്രാം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 വർഷം ഞാൻ ആക്ടിംഗ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ NAD വീഡിയോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗർഭിണിയായ സ്ത്രീകൾക്ക് ആക്ടിംഗ് ക്ലാസ് പഠിപ്പിക്കുന്നു. അല്ല, ഞങ്ങൾക്ക് എന്തിനാ ആക്ടിംഗ് ക്ലാസ് ഒക്കെ? എടോ മണ്ട, പ്രസവേനെ കുറിച്ച് പഠിപ്പിക്കണ്ടായോ? അല്ല, ഓൾറെഡി ഒരു പെയിൻ വരുമ്പോ ഒരു എക്സ്പ്രഷൻ കാണുമല്ലോ. എടോ സിസേറിന് തന്റെ അപ്പൂപ്പൻ കൊണ്ടുപോക്കും എക്സ്പ്രഷൻസ്. എടോ നിങ്ങളുടെ ഡെലിവറി വീഡിയോ യൂട്യൂബിൽ ട്രെൻഡിങ് 1 ആവണ്ടായോ? ആവണം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ആക്ടിംഗ് ക്ലാസ്സിൽ പങ്കെടുത്തേ പറ്റൂ. അത് അവള് മാത്രം ആക്ടിംഗ് ക്ലാസ്സിൽ പങ്കെടുത്താൽ മതിയല്ലോ, ഞാൻ വേണ്ടല്ലോ. എടാ മരവാഴെ, കൊച്ചി ജനിക്കുമ്പോ തന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വേണ്ടായോ? വലിയ സന്തോഷമൊന്നുമില്ല. ഇല്ലെങ്കിലും തന്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ എങ്ങനെയും കൊണ്ടുവരണം. ചേട്ടാ, ഭാര്യ പ്രസവിച്ച് ലഡു. എന്തോടാ? അല്ല, ഭാര്യ പ്രസവിച്ച്. എടാ, തന്റെ ഭാര്യയുടെ പ്രസവം നാളെ ഉള്ളടോ. ഇത് ട്രയൽ ഷൂട്ടാ. ഇപ്പൊ നടന്നു വെച്ചാൽ സേവ് ദ പ്രസവത്തിന്റെ ഷൂട്ടിങ്ങാ. അതുപോലും അറിയത്തില്ല അയാൾക്ക്. സോറി, സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു ജനിച്ചെന്ന്. ആണോ? ഷൂട്ടാന്നുള്ള വ്യത്യാസം വിട്ടുപോയി, സോറി. എടാ, തന്റെ ക്ലാസ് എന്തോടാ? പോണ്ടാടാ. അതില് ഒരെണ്ണം തോറ്റുപോയി. അതെന്താ തോറ്റുപോയത്? അത് കൊച്ചാണാന്നോ പെണ്ണാന്നുള്ള എക്സ്പ്രഷൻ അതങ്ങ് പോയി. അത് പഠിച്ചില്ല ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. പോയി പഠിക്കണം, അത്യാവശ്യമായിട്ട് വേണം സാധനം. അത് പഠിച്ചിട്ട് വന്നാൽ മതി ഇവിടെ കേട്ടോ. അല്ല, ആ റൂം എന്തിനാ? അത് ഞങ്ങളുടെ മേക്കപ്പ് റൂമാ. മേക്കപ്പ് റൂമാ? മേക്കപ്പ് റൂം. അല്ല, മേക്കപ്പ് റൂം എന്തിനാ? പ്രസവത്തിന്റെ സമയത്ത് നല്ല ക്യൂട്ടായിട്ടും ചാമായിട്ടൊക്കെ ഇരിക്കണ്ടേ അമ്മ, അതിനാ. അതൊക്കെ പോട്ടെ, അടുത്ത റൂം അറിയാ? അത് നമ്മുടെ ക്യാമറാമാന്റെ റൂമാ. അല്ല, ക്യാമറമാൻ ആരാ? ക്യാമറാമാൻ ആരെന്നോ, നമ്മുടെ ബാഹുബലി പോലത്തെ ബിഗ് ബഡ്ജറ്റ് പടമൊക്കെ ചെയ്ത ആളാ. എനിക്ക് വയ്യ. എക്സ്ട്രാ ഒരു 5 ലക്ഷം രൂപ കൂടെ തരുവാണെങ്കിൽ നല്ല അടിപൊളി സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് കൊച്ചിനെ ആശീർവദിക്കുന്ന സംഭവം എടുത്തു തരാം. ബേസിലെല്ലാം കിട്ടുമോ? പിന്നെ ബേസില് ടോവിനോ എല്ലാരും കിട്ടും. ആണോ? ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. ശരി എന്നാ. കമ്മീഷൻ ഒരു 15,000. ശരി. ക്യാമറ സെറ്റ്. ഓക്കേ, റോളിംഗ് ആക്ഷൻ. ഫോക്കസ് നോക്കടാ. ഫോക്കസ്. ഓക്കേ. ഗ്ലിസറിൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഗ്ലിസറിൻ എന്റെ അടുത്താണ് ചോദിക്കണേ, നിങ്ങളല്ലേ തരണ്ടേ? കൊണ്ടുവന്നിട്ടുണ്ടോ സാധനം? അയ്യോ, ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച ഒരു കണ്ടെയ്നർ ഗ്ലിസറിനെ ഇറക്കിയത്. പോയി. ഇനിയിപ്പോ എന്താ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആരും അറിയാതെ പെണ്ണിന്റെ കണ്ണിലൊന്ന് കുത്തിയാൽ മതി. ഭർത്താവിന്റെ കണ്ണിൽ കുത്തണം അങ്ങനെയാണെങ്കിൽ. എടാ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇങ്ങോട്ടൊന്ന് നോക്കിയേ.
ആ ഇപ്പൊ ഓക്കെ, ഞാൻ പറയില്ല ഓക്കെ ആയത്. അതെ, ചെറിയൊരു പ്രശ്നം, ഇതിനകത്തൊന്നും കാണുന്നില്ല. എടാ നീ ഏത് സിനിമ ചെയ്തെന്ന് പറയാ? ഞാൻ കലക്കി 2.0. നിന്റെ തന്തയുടെ കലക്കി 2.0. എടാ ഇത് അടപ്പ് ഓർക്കടാ ആദ്യം. അങ്ങനെ സംഭവമുണ്ട്. ഡോക്ടറെ പ്രസവിപ്പിക്കുക. ടൈം എന്തായി? ആ ഡോക്ടർ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ്, രാഹുലായിട്ടില്ല. ഏത് നാളായിരുന്നു? ഉത്തരം നഷ്ടത്വം അല്ല പുണർത് അല്ലേ? അതാ വേണ്ടത്. മോളെ നീ എന്തുവാടി കഴിച്ചേ? ഈ പൊസിഷൻ അത്ര ശരിയല്ല. രാവിലെ അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് അവിടുത്തെ. ഓ പിന്നെ പറയാനുണ്ടോ, പോകുന്നതായിരിക്കും. ക്യാമറയ്ക്കകത്ത് കോട അടിച്ച പോലെ. മോള് വീഗാലാൻഡിൽ ടൂർ വന്ന എന്താ ഡോക്ടറെ? ഒന്ന് കരയടി, ഇത് പ്രസവിക്കാൻ വന്നാ നിന്നെ ഞാൻ ആക്ടിങ് പഠിപ്പിച്ചല്ലോ. അയ്യോ ഞാനിപ്പോ ചാവേ, ഈ ഡോക്ടർമാരെല്ലാം കൂടി ഇപ്പൊ എന്നെ കൊല്ലേ ചേട്ടാ. മതിയോ മതിയോ? അയ്യോ ഡോക്ടർ ടൈമായി. ഇഞ്ചക്ഷൻ എടുക്കുന്ന പെട്ടെന്ന്. അയ്യോ ഒരു പ്രശ്നമുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ മറന്നുപോയായിരുന്നു. അയ്യോ ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. എന്തുവാ? ഇപ്പൊ കണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? എന്തോന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോന്ന്? ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അടി അടി ഇങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞു വന്നേ, കുഞ്ഞു വന്നേ, കുഞ്ഞു വന്നേ. ഞാൻ എന്തിനാ പറയില്ല, കൃത്യസമയത്ത് പ്രസവിക്കുന്ന പുണർത നാളെ കേട്ടോ. സ്റ്റോപ്പ്. ഒന്നുകൂടെ എടുക്കണം. അതെന്താ പറ്റി? ഫോക്കസ് മാടില്ലു. എന്ന് വെച്ചാ ഫോക്കസ് ആയില്ലെന്ന്. ഓ അപ്പൊ ഇനി ഒന്നുകൂടെ വേണമായിരിക്കും. ഒന്നുകൂടെ വേണം. ദേ ചെറുക്കാ, അകത്തോട്ട് കേറ്. കേറ് അകത്തോട്ട്. റെഡിയാണോ? ആക്ഷൻ. ഓക്കേ. വാ. എന്താ സമയം മാറിയുന്ന? പുണർത നാളല്ലേ വേണമെന്ന് പറഞ്ഞേ. പുണർത നാളെ മുമ്പേ വന്നപ്പോ പടനായിരുന്നു, ഇപ്പൊ ഒന്നുകൂടെ വന്നു കഴിയുമ്പോ രാജാവായി. രാജയോഗം. പുണർത നാള് രാജയോഗം. നമ്മുടെ കുഞ്ഞിന് രാജയോ? അയ്യോ എനിക്ക് വയ്യ ഡോക്ടറെ. എന്തുവാണ് കൊച്ചന്തേ? സാറേ ആ കൊച്ചിനെ കാണാനില്ല. അയ്യോ ഞങ്ങളെ കൊച്ചു പോയി. അയ്യോ ഡോക്ടറെ ഞങ്ങളെ പറ്റിച്ചേ. അയ്യോ അയ്യോ എന്റെ കുഞ്ഞിനെ ഇതിനിടക്കൂടെ എവിടെ പോയി? ഡോക്ടറെ പോടെ. ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്റെ പ്രസവ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതാണ് എന്റെ പ്രസവം എടുത്ത ഡോക്ടറും നേഴ്സ്, അവർക്ക് ഹായ് കൊടുത്തേ. ഹലോ. ഇതാണ് എനിക്ക് ജന്മം തന്ന അച്ഛൻ. ഇത് എന്റെ പ്രസവം ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ. നമുക്ക് വീഡിയോയിലുണ്ടേ, കമ്പനിയിൽ വേണ്ടി എല്ലാവരും